ഹായ് ഹലോ വെൽക്കം ബാക്ക്. സീഷാങ്ങിന്റെ ബാത്റൂമിൽ നിന്നും ജാങ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവൻ എങ്ങനെയാണ് സീഷാങ്ങിന്റെ ബാത്റൂമിൽ എത്തിയതെന്ന് നിങ്ങൾക്കറിയണ്ടേ? ജോൺസൺ പോയ ഉടനെ തന്നെ അവൻ ഫോൺ എടുത്ത് എന്തോ ഓർഡർ ചെയ്തില്ലേ, അത് ഫുഡാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവന്റെ ഫുഡ് അങ്ങോട്ട് എത്തുന്നുണ്ട്. ഫുഡ് വന്ന സന്തോഷത്തിൽ അവൻ വേഗം തന്നെ ഡോർ തുറക്കാനായിട്ട് പോവുകയാണ്. അതേസമയം തന്നെയാണ് ഡെലിവറി ബോയ് ഡോർ തുറക്കുന്നതും. പെട്ടെന്ന് തന്നെ സീഷാങ്ങിന്റെ ബാലൻസ് പോവുകയും അവൻ വീഴുകയാണ്. ഡെലിവറി ബോയുടെ ദേഹത്തേക്കായിരിക്കും അവൻ വീഴുന്നുണ്ടായിരിക്കുക. നോക്കുമ്പോഴാണെങ്കിലോ അത് ജാങ് ആയിരിക്കും കേട്ടോ. ജാങ്ങിന്റെ ദേഹത്ത് ഫുഡിന്റെ കറിയൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും. പക്ഷെ സീഷാങ് നോക്കുന്നത് അതൊന്നല്ല, അവന്റെ മുഖത്ത് എന്തെങ്കിലും കാറ്റുണ്ടോന്നാ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മഷിയെല്ലാം അവന്റെ മുഖത്തായല്ലോ. അവൻ അവിടെ ഇരുന്നിട്ട് സ്വന്തം മുഖം ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ജാങ് സീഷാങ്ങിന്റെ കാല് നോക്കുന്നുണ്ട്. അവന്റെ വീൽ ചെയറും ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അതിൽ ഇനി ഇരിക്കാൻ പറ്റില്ല. അതറിഞ്ഞത് കൊണ്ട് തന്നെ ജാങ് അവനെ പിടിച്ച് പൊന്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ സീഷാങ് ആണെങ്കിൽ ശരിക്കും നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. അവന്റെ കാലിനും വയ്യ. സീഷാങ്ങിന് നടക്കാൻ പറ്റത്തില്ലാന്ന് ജാങ്ങിനെ മനസ്സിലാവുകയാണ്. അങ്ങനെ ജാങ് തന്നെ സീഷാങ്ങിനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് അവൻ പറയുന്നത് അവൻ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന്. അങ്ങനെ ജാങ് അവനെ നേരെ ബാത്റൂമിലേക്ക് കൊണ്ടാക്കുകയാണ്. പെട്ടെന്നാണ് സീഷാങ്ങിന്റെ കൈ അവിടെ തട്ടുന്നതും ഷവർ പെട്ടെന്ന് തന്നെ ഓൺ ആവുന്നതും. സീഷാങ് മാത്രല്ല ജാങ്ങും ഒരുപാട് നനയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് വേണ്ടിട്ട് ഞാനൊരു ബാത്റൂം തരാന്ന്. സീഷാങ് എന്താ പറയുന്നേന്ന് ജാങ്ങിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അവൻ ബാത്റൂമിലേക്ക് നടന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്നും സീഷാങ് പറയുന്നുണ്ട്, എടാ ദുഷ്ട, നീ എങ്ങനെ നടന്നു പോവല്ലേ, എന്റെ ഡ്രസ്സ് ഒന്ന് കൊണ്ടുവാ. ഞാൻ എങ്ങനെ പോയി ഡ്രസ്സ് എടുക്കാനാ? പക്ഷെ അതൊന്നും ജാങ് കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവൻ എങ്ങനെയൊക്കെയോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ജാങ് കുളിച്ചിട്ട് അതിനെ പോകുന്നത്. ജാങ്ങിനെ സീഷാങ് അടുത്തേക്ക് വിളിക്കുമ്പോൾ ജാങ് ചെറുതായിട്ടൊക്കെ പേടിക്കുന്നുണ്ട്. സീഷാങ് അവനെ നോക്കിയിട്ട്, നല്ല ബോഡിയാണല്ലോ, എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കൂലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ജാങ് ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവന്റെ വീട്ടില് ഡ്രയർ ഉണ്ടോന്ന്. അത് കാണുമ്പോൾ തന്നെ സീഷാങ് പറയുന്നുണ്ട്, നീ എന്തൊരു സാധന, നിനക്ക് ഞാൻ എന്റെ ബാത്റൂം തന്നു. ഞാൻ നിന്നോട് വളരെ നന്നായിട്ടാണ് പെരുമാറുന്നേ, എന്നിട്ട് പോലും നിനക്ക് എന്നോട് സംസാരിച്ചൂടെ? എന്നോട് സംസാരിക്കാൻ പോലും നിനക്ക് ഇഷ്ടല്ലേ? ആ സമയം ജാങ് ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവന് സംസാരിക്കാനും കേൾക്കാനും സാധിക്കില്ലാന്ന്. അപ്പോഴാണ് സീഷാങ്ങിന് ജാങ്ങിന്റെ അവസ്ഥകളൊക്കെ മനസ്സിലാകുന്നേ. എന്നിട്ട് സീഷാങ്, നിനക്കത് മുന്നേ പറയായിരുന്നില്ലേ? ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ആരോടായിരുന്നു? നീ ഫോണില് വോയിസ് ഇൻപുട്ട് ഓൺ ആക്കിയിട്ടാണല്ലേ എല്ലാം മനസ്സിലാക്കുന്നേ. എന്നാ നീ ഒരു കാര്യം ചെയ്യോ, എനിക്ക് വേറൊരു ഹെൽപ്പ് ചെയ്തു തരൂ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ജാങ് ഉടനെ തന്നെ അവന്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. അവിടേക്കും സീഷാങ് വന്നിട്ട്, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, എന്റെ ഡ്രസ്സ് കൂടി കഴുകി തരൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ജാങ് നോ പറയാട്ടോ. അപ്പോൾ തന്നെ സീഷാങ് വീണ്ടും പറയുന്നുണ്ട്, നിനക്ക് എന്തൊരു ജാടയാ, നീയല്ലല്ലോ കഴുകുന്നേ, വാഷിംഗ് മെഷീൻ അല്ലേ, അതിക്കൊന്ന് ഇട്ടാ പോരെ, ചെറിയൊരു പണിയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജാങ് അതൊന്നും മൈൻഡ് ചെയ്യാതെ പോകാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ സീഷാങ് ആണെങ്കിൽ ജാങ്ങിനെ വെറുതെ വിടുന്നില്ല കേട്ടോ. എനിക്ക് നീ വേറൊരു ഹെൽപ്പ് ചെയ്തു തരുമോ എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ ജാങ് ഉടനെ തന്നെ ആ ഫോൺ അങ്ങ് ഓഫ് ആക്കി കൊടുക്കുകയാണ്. പക്ഷെ എന്നിട്ടും സീഷാങ് അവനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി എത്ര ശല്യം ചെയ്താലും ജാങ് ചെയ്തു കൊടുക്കില്ല എന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ തന്നെ അവന്റെ സ്ഥലത്ത് അങ്ങ് പോയിരിക്കുകയാണ്. എന്നിട്ട് തനിയെ പറയുന്നുണ്ട്, നീ എന്തൊരു അഹങ്കാരിയാ, ഇത് എന്റെ വീടാ, അത് നിനക്ക് ഓർമ്മ വേണം. ഞാൻ നിന്നോട് എത്ര നന്നായിട്ടാണ് പറയുന്നേ, എന്നിട്ട് പോലും എനിക്കൊരു കുഞ്ഞു ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റില്ല. എനിക്ക് നിന്റെ ഹെൽപ്പ് ഒന്നും വേണ്ട, എനിക്ക് തനിയെ ചെയ്യാനൊക്കെ അറിയാം എന്നൊക്കെ ഇരുന്ന് പറയുമ്പോഴേക്കും ജോൺസൺ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ജാങ്ങും അതുവഴി പോകുന്നത്. ജാങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് വന്നതാണ്, ഡ്രസ്സിൽ അഴുക്ക് പറ്റിയപ്പോൾ കഴുകാൻ പോയതാണ്, അല്ലാതെ ഗുണ്ടയോ ഒന്നുമല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ജോൺസൺ അവനെ തടയുകയാണ്. ജാങ്ങും പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. സീഷാങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാങ്ങിന് സംസാരിക്കാനും കേൾക്കാനും സാധിക്കില്ലാന്ന്. അത് സത്യം തന്നെയാണെങ്കിലും സീഷാങ്ങിന്റെ ചുണ്ടുകൾ അനങ്ങുന്നത് വെച്ച് ജാങ്ങിന് കുറച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് മനസ്സിലായില്ലെങ്കിലും ഗുണ്ടാസംഘെന്നും കൊലപാതകമെന്നും ജാങ്ങിനെ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്.
അവർ ആദ്യം കണ്ടുമുട്ടിയ സന്ദർഭം ഓർക്കുകയാണ്. എന്നിട്ട് അധിക സമയമൊന്നും ആ വീട്ടിൽ നിൽക്കുന്നില്ല, ഉടനെ തന്നെ തിരികെ പോകുന്നുണ്ട്. ജോൺസന് ജാങ്ങിന് ഡൗട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ചാവി താഴെ ഇട്ട് നോക്കുന്നുണ്ട്. അവന് ചെവി കേൾക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ. ജാങ്ങിന് ശരിക്കും ചെവി കേൾക്കില്ലാന്ന് ജോൺസൺ അപ്പൊ ഉറപ്പാവുകയാണ്. അങ്ങനെ അടുത്ത ദിവസമായി ജാങ് ഒരു ഇന്റർവ്യൂവിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് അവന്റെ കസിന്റെ മെസ്സേജ് വരുന്നത്, അവള് വീട്ടിലെ ഒരു ഫയൽ വെച്ച് മറന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ജാങ് അത് കൊണ്ടുകൊടുക്കാനായിട്ട് പോവുകയാണ്. ജാങ്ങിന്റെ കസിൻ സോങ് ആയിരിക്കും. അങ്ങനെ ജാങ് ആ ഫയലൊക്കെ കൊടുത്തിട്ട് തിരികെ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അതേ സമയം തന്നെയാണ് സീഷാങ് അങ്ങോട്ട് വരുന്നത്. സീഷാങ്ങിന്റെ കമ്പനിയുള്ള അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് ഇന്നത്തെ ജാങ്ങിന്റെ ഇന്റർവ്യൂ. സീഷാങ് ജാങ്ങിനെയും ജാങ് സീഷാങ്ങിനെയും കാണുന്നില്ല. അങ്ങനെ സീഷാങ് സോങ്ങിനോട് പറയുന്നുണ്ട്, നീ നന്നായിട്ട് ചിരിക്കുന്നുണ്ടല്ലോ, നിന്റെ ബോയ് ഫ്രണ്ട് ആണോ അങ്ങോട്ട് വന്നത്? അതിനുള്ള മറുപടി സോങ് പറയുന്നില്ല, പകരം മീറ്റിംഗിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. സീഷാങ് വീണ്ടും പറയുന്നുണ്ട്, നീ ചിരിക്കുന്നത് കാണാനേ നല്ല രസമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും സോങ് പറയാണ്, ബോസ് ഇനി എന്റെ ചിരിയെ കുറിച്ച് ഒരക്ഷരം കൂടി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. അപ്പോൾ തന്നെ സീഷാങ് വേഗം പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോഴേക്കും ജാങ്ങിന്റെ ഇന്റർവ്യൂ കഴിയുകയാണ്. പക്ഷെ അവന് ചെവി കേൾക്കാനും സംസാരിക്കാനും കഴിയാത്തത് കൊണ്ട് തന്നെ ആ ജോലിയും അവന് കിട്ടുന്നില്ല. അങ്ങനെ അവൻ തിരികെ പോകാൻ നിൽക്കുമ്പോഴായിരിക്കും സീഷാങ്ങും ജാങ്ങും കണ്ടുമുട്ടുന്നത്. പക്ഷെ സീഷാങ്ങുമായിട്ട് സംസാരിക്കാൻ ജാങ്ങിന് താല്പര്യം ഉണ്ടായിരിക്കില്ല. അവൻ വേഗം തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട്. പക്ഷെ പോകുന്നതിനിടയ്ക്ക് അവന്റെ ബയോഡാറ്റയും കാര്യങ്ങളും അവിടെ താഴെ വീഴുകയാണ്. അത് സീഷാങ്ങും എടുക്കുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് സീഷാങ് ആ ബയോഡാറ്റ നോക്കുന്നുണ്ടായിരിക്കും. അതിൽ ജാങ് എഴുതിയിട്ടുണ്ട്, ചെവി കേൾക്കാൻ കഴിയാത്ത ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, കേൾക്കുന്നതൊഴികെ. ആ ഡയലോഗ് സീഷാങ്ങിന്റെ മനസ്സിൽ കൊള്ളുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവൻ കമ്പനിയിലേക്ക് പോകുന്ന വഴി ജാങ്ങിനെ കാണുകയാണ്. ജാങ് അവിടെ വേറൊരാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ സമയം സീഷാങ്ങിന് മനസ്സിലാകുന്നുണ്ട് ജാങ് ഒരു കുഴപ്പക്കാരനൊന്നല്ല, നല്ല വ്യക്തിയാണെന്ന്. അങ്ങനെ രാത്രിയാകുമ്പോൾ സീഷാങ്ങിന്റെ കസിൻ വിളിക്കുന്നുണ്ട്. സീഷാങ്ങിന് അവന്റെ കസിനെ ഒരുപാട് ഇഷ്ടമാണ്. സ്വന്തം ബ്രദറിനെ പോലെയാണ് കാണുന്നത്. ഫോൺ എടുക്കുമ്പോ തന്നെ, ചേട്ടാ നിന്റെ വിശേഷം എന്താ, ഹെൽത്ത് ഒക്കെ നന്നായി നോക്കുന്നില്ലേ, ഇപ്പോഴും ബിസി ആയിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും കസിൻ സീഷാങ്ങിനെ കുറിച്ചോ അവന്റെ ആരോഗ്യത്തിനെ കുറിച്ചോ ഒന്നും ചോദിക്കുന്നില്ല. പകരം അവരുടെ ഇപ്പോഴത്തെ പ്രോജക്റ്റിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ആ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ സീഷാങ് പറയുന്നുണ്ടെങ്കിലും, നീ എന്തിനാ കള്ളം പറയുന്നത്, നിനക്കൊരു കഴിവൂല, നിന്നെ കൊണ്ടൊന്നും ഇത് നടത്താനായിട്ട് സാധിക്കില്ല. അതിന് മറുപടിയായിട്ട് സീഷാങ് പറയുന്നുണ്ട്, ചേട്ടൻ പറഞ്ഞത് ശരിയാ, ചേട്ടന്റെ അത്ര കഴിവൊന്നും എനിക്കില്ല. ഈ പ്രൊജക്റ്റ് ഒക്കെ ചേട്ടൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞതാണ്, ഈ പൊസിഷന് ചേട്ടനാണ് അർഹത, ചേട്ടന് തന്നെ ഇതെല്ലാം ഏൽപ്പിക്കാനായിട്ട്. പക്ഷെ അവന്റെ കസിനാണെങ്കിൽ അത് കേട്ടിട്ട് പോലും അവനോട് നന്നായിട്ട് പെരുമാറുന്നില്ല. വേഗം തന്നെ കോളങ്ങ് കട്ടാക്കുകയാണ്. പക്ഷെ കസിൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും അവനോടുള്ള ഇഷ്ടം സീഷാങ്ങിന് ഒട്ടും തന്നെ കുറയുന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ ജാങ്ങിന്റെ വീട്ടിലേക്ക് സോങ് വരുന്നുണ്ട്. അങ്ങനെ രാത്രിയാകുമ്പോൾ ജാങ് അവന്റെ സിവിയില് ചെറിയ തിരുത്തലുകളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ തന്നെ അങ്ങോട്ട് സോങ്ങും കയറി വരുന്നുണ്ട്. ജാങ്ങിന് ജോലി കിട്ടാത്തതിൽ സോങ്ങിനും ഒരുപാട് വിഷമുണ്ട്. അങ്ങനെ അവള് പറയുകയാണ്, അവളുടെ കമ്പനിയിൽ ഒരു വാക്കൻസി ഉണ്ട്, ജാങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ അവൻ ആ കമ്പനിയിൽ ജോലി ചെയ്യാം. വളരെ നല്ല കമ്പനിയാണ്, പക്ഷെ അവിടുത്തെ ബോസിന് മാത്രമാണ് കുറച്ച് കുഴപ്പമുള്ളൂന്ന്. ബോസിന് ശരിക്കും വർക്കൊന്നും ചെയ്യാൻ അറിയില്ല, വെറുതെ കളിച്ചു നടക്കാൻ മാത്രമാണ് അറിയുള്ളൂ. ഒരു കഴിവുമില്ലാത്ത ബോസാണ്. ബോസിനെ മാറ്റി നിർത്തിയാൽ വളരെ നല്ല കമ്പനിയാണ്, ജാങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് അവൻ തനിയെ ഒരു ജോലി കണ്ടെത്തിക്കോളാന്ന്. സോങ്ങും അവന്റെ തീരുമാനത്തെ സപ്പോർട്ടാക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസമായി സോങ് രാവിലെ തന്നെ വേഗം ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ അവൾ പോയി കഴിയുമ്പോഴേക്കും ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. ജാങ്ങിന്റെ അമ്മ പറയുന്നുണ്ട് അത് സോങ് ആയിരിക്കും, അവൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വെച്ച് മറന്നിട്ടുണ്ടായിരിക്കുന്നു. അങ്ങനെ ജാങ് പോയിട്ട് ഡോർ തുറക്കുമ്പോൾ അത് സോങ് ആയിരിക്കില്ല, പകരം ജോൺസനും അവന്റെ ബോസ് ആയിട്ടുള്ള സീഷാങ്ങും ആയിരിക്കും. അങ്ങനെ ഇവിടെ വെച്ച് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.
സീഷാങ് എന്തിനാണ് അങ്ങോട്ട് വന്നതെന്ന് അറിയാനായിട്ട് അടുത്ത എപ്പിസോഡിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ബൈ.